എന്തായാലും എം വി ഗോവിന്ദന്റെ ഈ വാക്ക് വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർക്ക് ഇതിനകത്ത് എന്താണ് പറയാനുള്ളത്? എന്തായാലും വലിയ കോൺട്രവേഴ്സി ആയിട്ടുണ്ട് ഈ തലേദിവസം, വോട്ടെടുപ്പിന്റെ തലേദിവസമുള്ള ഈ ഒരു പ്രതികരണം. എങ്ങനെ കാണുന്നു അത്? അല്ല, എം വി ഗോവിന്ദൻ ഒരു അർദ്ധസത്യം പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. RSSുമായി 77-ൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മാത്രമല്ല CPM സഖ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെ ഒരുപക്ഷെ അടിയന്തരാവസ്ഥയുടെ പേരിൽ ന്യായീകരിക്കാനാണല്ലോ ഇപ്പോൾ സ്വരാജ് ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ 77-ലല്ല 67-ൽ സംയുക്ത വിധായക് ദൾ എന്ന പേരിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ജനസംഘവും ഒക്കെ സഖ്യത്തിലായിരുന്നു. അന്ന് ബീഹാറിൽ ഒരുമിച്ച് മന്ത്രിസഭയുണ്ടാക്കി. അന്ന് കർപ്പൂരി താക്കൂർ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. ബംഗാളിൽ ആദ്യത്തെ കോൺഗ്രസ് ഇതര സർക്കാർ അജോയ് മുഖർജി മുഖ്യമന്ത്രിയായിട്ടുള്ള സർക്കാർ ഉണ്ടാക്കുന്നത് അവിടുത്തെ ഏക ജനസംഘ എംഎൽഎയുടെ പിന്തുണ കൂട്ടിയാണ്. അപ്പോൾ ആ 67-ലെ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 4-5 സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലെ ഇടതുപക്ഷവും ജനസംഘവും സഖ്യത്തിലായിരുന്നു. 67 തുടങ്ങിയതാണ്. പിന്നീട് 77-ൽ അത് ആവർത്തിച്ചു, 89-ൽ ആവർത്തിച്ചു. 89-ൽ ജ്യോതി ബസുവും അതുപോലെ LK അഡ്വാനിയും അടൽ ബിഹാരി വാജ്പേയിയും ബർദാനും എല്ലാവരും ഒരുമിച്ചല്ലേ സഖ്യം ഉണ്ടാക്കിയത്, VP സിംഗിനെ പിന്തുണച്ച് സർക്കാർ ഉണ്ടാക്കിയത്. അതിനുശേഷം ഒന്നാം UPA സർക്കാരിനെ പുറത്തു പോകുന്നതിന് കാരണമായിട്ടുള്ള അവിശ്വാസ പ്രമേയം രണ്ടുപേരും കൂടി ഒരുമിച്ചല്ലേ പിന്തുണച്ചത്. അപ്പം ഇത് ഒരു തവണയല്ല, ചരിത്രത്തിന്റെ പല സന്ധികളിൽ RSSും CPMും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുമിച്ച് സഖ്യം മാത്രമല്ല, ഒരുമിച്ച് ക്യാബിനറ്റിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഗോവിന്ദൻ മാസ്റ്ററെ ഒരുപക്ഷെ സ്വരാജിനോടുള്ള വല്ല ദേഷ്യം കൊണ്ട് പറഞ്ഞതായിരിക്കാനാണ് സാധ്യത.